ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ ബിഹൈൻഡ് ദ സീൻസ് വേണം. നിങ്ങൾ കാണുന്ന ഒരു 1.5 അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ ഒരു റീൽസ് ആയിരിക്കും. പക്ഷേ നമ്മളെ ഫുഡ് വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പല ഷോർട്സ് പല ആംഗിൾസിൽ പല രീതിയിൽ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു ഔട്ട് കൊണ്ടുവരുന്നത്. നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പെയ്ഡ് ആണെന്ന് വിചാരിക്കും. പെയ്ഡ് ആണെന്നും പറഞ്ഞ ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ഫുഡ് നല്ലതാണെന്നും പറഞ്ഞ് നമ്മളെ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലും കമന്റുകളും പലതും വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പോ ഇനി ഹോം ബേക്കേഴ്സ് ഇനി ആരാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിന് എങ്ങനെ കൊടുക്കുമോ അതുപോലെ മാത്രം നമുക്ക് തന്നാൽ മതി എന്നാണ്. അതിൽ നമ്മൾ വ്ളോഗർ ആണെന്നുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ കൂടുതലോ കുറവോ അങ്ങനെ ഒന്നും നമുക്ക് വേണ്ടെന്ന് നമ്മൾ എല്ലാ ഷോപ്പുകാരുടെ പറയുന്നതാണ്. ഒരു സാധനം ബാഡ് ഓർ ഗുഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത് തന്നെ സ്വന്തം ടേസ്റ്റ് എന്നാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് ടൈമും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് കാര്യങ്ങൾ തുടങ്ങിയ എല്ലാം ഇതിന്റെ പിറകെ നടന്നിട്ടാണ് നിങ്ങൾക്ക് ഒരു മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിന്റെ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. ഈ പെയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ ചെയ്യാൻ ക്യാമറമാൻ, ലൈറ്റ്മാൻ, മേക്കപ്പ് തുടങ്ങി പിന്നെ എക്യുപ്മെന്റ്സ് ഇതെല്ലാം വേണം. അപ്പൊ ഇതെല്ലാം ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോന്ന് പേയ്മെന്റ് വാങ്ങാറുണ്ട്. അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക. അപ്പൊ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും മനസ്സിലാവും. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് വേണമെന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ ചങ്കുകൾക്കും മനസ്സിലായില്ല എന്തുമാത്രം കഷ്ടപ്പാടാണ് ഇതെന്ന്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓഡിയൻസിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ആ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യും ഗൈസ്? അപ്പൊ നമ്മുടെ ഈ ഒരു കഷ്ടപ്പാടെങ്കിലും കണ്ടിട്ട് കീപ് സപ്പോർട്ട് ഗൈസ്. സ്റ്റേ ഫോളോ സാൻഫുഡീസ് TV.